ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ 3 മണിക്ക് ഉള്ള ലൈവ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗബ്രിയും നമ്മളുടെ ജാസ്മിനും തമ്മിലുള്ള വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ചില സീനുകളാണ്. ഇപ്പം കാഴ്ചക്കാർക്ക് അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് അവരുടെ സംഭാഷണ രീതി വളരെ എന്താ പറയുക, ചെറിയ രീതിയിലുള്ള സംഭാഷണമാണ് എങ്കിലും ഭാവത്തിൽ നിന്നും അവരുടെ തമ്മിലുള്ള ചേഷ്ടകളിൽ നിന്നുമൊക്കെ ഒരു ലവ് സ്ട്രാറ്റജി വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് സംശയിപ്പിക്കുന്ന തരത്തിലാണ് അതിൻ്റെ ഓരോ സീൻസും കാണാൻ സാധിക്കുന്നത്. 3 മണിക്കെല്ലാം രാവിലെ എഴുന്നേറ്റ് ഉറങ്ങാതെ ഇരിക്കുന്ന കമിതാക്കളെ പോലെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എന്താണ് അവർ സീരിയസ് ആയി സംസാരിക്കുന്നതെന്നതിനെപ്പറ്റി വ്യക്തമല്ല. ഞാൻ പോകട്ടെ എന്ന് ഗബ്രിയോട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ജാസ്മിനോട് ഗബ്രി വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, ഞാൻ കൗണ്ട് ചെയ്യാൻ പോവുകയാണ്, ഞാൻ 5 വരെ കൗണ്ട് ചെയ്യും, അതിനുള്ളിൽ നീ തിരിച്ചു വിളിച്ചാൽ ഞാൻ നിൽക്കും എന്ന രീതിയിൽ. പക്ഷേ ഗബ്രി വളരെ റൊമാൻറ്റിക്കായിട്ട് ചിരിച്ചുകൊണ്ട് ഒന്നും പറയാതെ അവൾ 5 വരെ കഴിഞ്ഞിട്ട് എണീച്ച് പോകുന്ന ഒരു സീൻ കാണുന്നുണ്ട്. പിന്നെ ഒന്നും കൂടി ഒന്ന് തിരിഞ്ഞ് മറിഞ്ഞെല്ലാം വന്നതിന് ശേഷം ഇടാ പട്ടി എന്നെല്ലാം വിളിച്ചിട്ട് പോകുന്ന ഒരു സീൻ കാണുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസിൽ സാധാരണ ഉണ്ടാകുന്ന റൊമാൻറ്റിക് രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് പണ്ട് നമ്മുടെ പേളി മാണിയും ജിനീഷൊക്കെ കൂടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി പോലെയൊക്കെ തോന്നത്തക്ക തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടാണ് കാണുന്നത്. എന്തായാലും എവിടം വരെ എത്തും, എങ്ങനെയെല്ലാം പോകുമെന്ന് നമുക്ക് കണ്ട് അറിയാം. ഇനി രണ്ടുപേരുടെയും ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് കൂടുതൽ ആൾക്കാരെ, പ്രേക്ഷകരെ ഓരോ വിഭാഗമായിട്ട് തിരിക്കുമ്പോൾ അവരുടെ വോട്ടും ഇവരുടെ വോട്ടൊക്കെ നേടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലങ്ങളിൽ ബിഗ് ബോസ് പല കാലങ്ങളിലായിട്ടുള്ള ബിഗ് ബോസ് എപ്പിസോഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ വല്ല ഭാഗമാണോ? പക്ഷേ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു നായകൻ്റെ ഭാവവും രൂപവും എല്ലാം ഒത്തിണങ്ങിയ ഒരു നായക രൂപം തന്നെയാണ് ഗബ്രി എന്ന് അവൻ്റെ ഭാവത്തിലും അവൻ്റെ ചിരിയിലും പുഞ്ചിരിയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അത് ഒരുപക്ഷെ ചിലപ്പോൾ ജാസ്മിന് കൂടുതൽ മനസ്സിൽ ഒരു എന്താ പറയുക, ഒരു താല്പര്യം തോന്നിയിരിക്കാം. ഇനി അതല്ല, ജാസ്മിനും നല്ലൊരു ഗെയിം പ്ലെയറാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസിലെ അംഗങ്ങളെല്ലാവരും കൂടി മുറ്റത്ത് നല്ല സുപ്രഭാതത്തിലുള്ള പാട്ട് കേട്ടിട്ട് ഇങ്ങനെ ആടിത്തിവർക്കുന്ന സീനാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി തുടങ്ങിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ, അതിജീവനത്തിന്റെയും വഴിത്തിരിവുകളുടെയും അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ന് അവസരം ലഭിക്കുന്നത് നോറ, സുരേഷ്, റോക്കി എന്നിവർക്ക്. ബസർ അടിക്കുമ്പോൾ നമ്മുടെ സിജോ ആണ് മോർണിംഗ് ആക്ടിവിറ്റിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വായിക്കുന്നത്. എൻ്റെ പേര് സുരേഷ് മേനൻ, ജനിച്ചത് പാലക്കാട്ടിലാണ്. അമ്മയും അച്ഛനും LICയിലായിരുന്നു. എൻ്റെ ഫ്രണ്ട് ഒരു ഏട്ടനുണ്ട്, ഒരു അനിയനുണ്ട്, ഹരീഷൻ രാജേഷ്. സിമ്പിൾ മിഡിൽ ക്ലാസ് ഫാമിലി. അങ്ങനെ നമ്മുടെ സുരേഷ് തൻ്റെ ജീവിത അനുഭവങ്ങൾ പറയുകയാണ്. പാലക്കാട് ആണ് ജനിച്ചു വളർന്നത്, സിമ്പിൾ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് എന്നതിനൊക്കെ പറ്റി സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ ബോംബെയിലെത്തി അദ്ദേഹം സിനിമാ മേഖലയിലോളം സിനിമകളിലെ കൊമേഡിയനും മറ്റുമായിട്ടുള്ള പല വേഷങ്ങൾ ചെയ്തു എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നു. തുടർന്ന് വന്നത് നോറയാണ്. ശരിക്കും പറഞ്ഞാൽ നോറയുടെ പേര് പോലും യഥാർത്ഥ പേര് അതല്ല എന്ന് അപ്പോഴാണ് അറിയുന്നത്. ഈ പേര് എങ്ങനെ വന്നു വെച്ചാൽ വെരി റാൻഡംലി നമ്മളൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയ സമയത്ത് എന്താ പറയാ, എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് പൊന്നൂസ് എന്നാണ്. അങ്ങനെ ഒരു അക്കൗണ്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്ന ടൈമിൽ. അപ്പം എന്റെ ഫ്രണ്ട് പറഞ്ഞ് എന്ത് പേരാണ് ഈ പൊന്നൂസ് എന്നൊക്കെ ഇട്ടിട്ട് ആരെങ്കിലൊക്കെ ഒരു അക്കൗണ്ട് തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പം എനിക്കൊരു പേര് കണ്ടെത്തണമല്ലോ വിചാരിച്ചിട്ടില്ലേ. എന്റെ പേര് ഇടാൻ പറ്റില്ല, ബിക്കോസ് എന്റെ വീട്ടുകാര് അറിഞ്ഞ എനിക്ക് നല്ല ചീത്ത കേൾക്കും. വീട്ടുകാർ ഭയങ്കര ഓർത്തഡോക്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി. അപ്പം നമ്മുടെ നൂറ അവരുടെ ജീവിതാനുഭവങ്ങളെ പറ്റി പറയുകയായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമായിട്ട് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കൂടി സ്വന്തമായിട്ട് വീടുണ്ടാക്കാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനും ഒക്കെയുള്ള ഒരു സംഖ്യ കണ്ടെത്തുവാൻ വേണ്ടി കഴിഞ്ഞു. സിവിൽ സർവീസിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വിവാഹം കഴിച്ചു. എന്നാൽ അത് ഡൈവേഴ്സായി.
സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച ഒരു ഇൻകം കൊണ്ടുണ്ടാക്കിയ വീടെന്ന രീതിയിൽ അവരുടെ പപ്പായ്ക്ക് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ സെപ്പറേറ്റാണ് താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സ്വന്തം അനുഭവങ്ങളെ പറ്റി വിവരിക്കുകയുണ്ടായി അനൂറ. അതിനിടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും ജാൻമണി നമ്മുടെ രതീഷിന് നല്ല മേക്കപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിരികം വരയ്ക്കുന്നുണ്ട്, മുഖത്ത് നല്ല ചായം തേൽക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു കോമാളി എന്ന് തോന്നക്കത്ത രീതിയിലുള്ള ചില മേക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജാൻമണി രതീഷിനിട്ട് കൊടുത്ത ആ മേക്കപ്പുമായിട്ട് സുരേഷിൻ്റെ അടുത്ത് പോകുന്നു, സുരേഷുമായിട്ട് സംഭാഷണം നടത്തുന്നു. സുരേഷിനോട് പറയുന്നുണ്ട് രതീഷ്, ഞാൻ എൻ്റെ ചേട്ടനെ കാണുന്നത് പോലെ ആണ് സുരേഷ് ചേട്ടനെ കാണുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാനൊരു നല്ലൊരു ഗെയിമറാണ് സുരേഷ് ചേട്ടൻ പറഞ്ഞല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഓർപ്പെടുന്നുണ്ട്. ബിഗ് ബോസിന്റെ അറിയിപ്പ്. പവർ റൂമിന്റെ അധികാരം ഉപയോഗിച്ച് നിങ്ങൾ നൽകുന്ന ഉത്തരവുകൾക്ക് പവർ പോരാ. മാത്രവുമല്ല, നിങ്ങളിൽ എല്ലാവരും പലതും അറിയുന്നുമില്ല. അതിനാൽ ഇനി പവർ ടീം നൽകുന്ന ഉത്തരവുകളും നടപ്പാക്കുന്ന നിയമങ്ങളും എല്ലാവരിലും എത്താൻ വേണ്ടി ഒരു പവർ ബെൽ നൽകുകയാണ്. ഇതിൽ ഇപ്പോൾ എല്ലാവരും നടുത്തളത്തിൽ ഒത്തുചേർന്നിട്ടുണ്ട്. അപ്പോൾ പവർ ബെൽ എന്ന് പറയുന്നൊരു സമ്പ്രദായം, അതായത് പവർ ടീമിന് പവർ പോരാ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം തൊട്ട് പവർ ടീമിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ശ്രീലേഖ വല്ലാതെ പവർ ഉപയോഗിക്കുന്ന പോലെ കാണുന്നുണ്ട്. ശ്രീലേഖയുടെ ഒരു ഭാവവും സംസാര രീതികളിലൊക്കെ ആദ്യത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായി വന്നിട്ടുണ്ട്. ഒരു സ്കൂൾ അധ്യാപികയുടെ അല്ലെങ്കിൽ ഒരു സ്കൂൾ പ്രിൻസിപ്പാളിൻ്റെ ഒക്കെ ഗമയോടുകൂടിയുള്ള ഒരു സമീപനമാണ് ശ്രീരേഖയുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്. എല്ലാവരും അവർ പറയുന്നതനുസരിച്ച് പഞ്ചപുച്ഛമടക്കി നിൽക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്കും അവരുടെ ഭാവവും ചേഷ്ടകളൊക്കെ അതിനാണ്. അതത്ര എല്ലാവർക്കും സൂഹിക്കുന്നതല്ല. എനിക്ക് തന്നെ പേഴ്സണലായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവർ കുറച്ച് ഓവറാണല്ലോ എന്ന്. അപ്പം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല. അതൊരു നല്ലൊരു പ്ലെയർ എന്ന രീതിയിൽ വരാനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിലും സംസാര രീതിയിലുമൊക്കെ കുറേ മാറ്റം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്ന് തോന്നിപ്പോകും പ്രേക്ഷകരെ. എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ശക്തിയുക്തം പലരും എതിർക്കുന്നുണ്ട്. രതീഷ് ആ സമയത്ത് ഭയങ്കരമായിട്ട് സംസാരം ഉണ്ടാകുന്നു. അധികാരത്തെ മാനിക്കേണ്ട കാര്യം ഇവിടെ ഇല്ല എന്നും തർക്കിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ഇവിടെ ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ പേര് രതീഷ് എന്നാണ്. ചിന്തിക്കാനും സമാധാനമായിട്ട് ഞങ്ങളുടേതായിട്ടുള്ള സ്പേസ് കിട്ടാനുമുള്ള സമയവും സ്ഥലവും ഇവിടെ ഇല്ല. അത് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും. ബിഗ് ബോസിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ശ്രീരേഖയുടെ സംഭാഷണത്തിനിടയിൽ ഇങ്ങനെ കാടടിച്ച് വെടിവെക്കുന്ന രീതിയിലുള്ള സംഭാഷണം റോക്കിക്ക് ഇഷ്ടപ്പെടുന്നില്ല. റോക്കി എഴുന്നേറ്റ് ശക്തിയുക്തം എതിർക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സീനുകളൊക്കെ കാണാം. റോക്കി ആ ദേഷ്യത്തോടു കൂടി അവർ സഭയിൽ നിന്ന് മാറിപ്പോയിരുന്ന ഒരു കസേരയിലിരുന്ന് കാല് ചാവിട്ടി കുടയുന്നു. എന്തൊക്കെയാണ്, വല്ലാതെ ഒരു ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന പോലെ റോക്കിയുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നും അതുപോലെ തന്നെ ചേഷ്ടകളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നു. അങ്ങോട്ടേക്ക് നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള അർജുൻ പോകുന്നു, ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സീനുകളാണ് നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയ്ക്ക് റസ്മിൻ ബായിയും റോക്കിയും തമ്മിൽ വളരെ ശക്തമായ രീതിയിൽ ആക്രോശങ്ങൾ നടക്കുന്നു. അതൊക്കെ ഇതിനിടയിലുണ്ട്. അപ്പോൾ മെയിനായിട്ട് രതീഷാണ് ഈ ലക്ഷറി ബജറ്റ് അവർക്ക് നഷ്ടപ്പെടുവാൻ വേണ്ടിയിട്ട് ഇടയാക്കിയ വ്യക്തി എന്ന ഒരു സംസാരം അതിനിടയ്ക്ക് വരുന്നുണ്ട്. നമ്മുടെ യമുന റാണിയൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അപ്പം അവിടെ വാഗ്വാദം ഉയർന്നു കഴിഞ്ഞപ്പോൾ രതീഷിനോട് വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രീരേഖ പറയുന്നു. കാരണം പവർ റൂമിൻ്റെ അല്ലെങ്കിൽ പവർ ടീമിൻ്റെ അധികാരം ഏറ്റവും കൂടുതൽ ഇപ്പം കൈയാളുന്ന വ്യക്തി ശ്രീരേഖ എന്ന രീതിയിൽ പുറത്തു പോകാൻ പറയുന്നു. ഇന്നലെ എവിടെയാണോ വെളിയിലുണ്ടായിരുന്നത് അവിടെ പോയി നിൽക്കാൻ പറയുന്നു. അങ്ങനെ ആക്രോശിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുലമ്പിക്കൊണ്ട് രതീഷ് പുറത്തേക്ക് പോകുന്നു. അവിടെ പോയി നിൽക്കുന്നു.
അങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് രതീഷ് പുറത്തേക്ക് വന്നു. ബിഗ് ബോസ് എന്നെ ഈ റൂമിൽ നിന്ന് വെളിയിലാക്കി, ബിഗ് ബോസ് എനിക്കിനി റൂമില്ല, രതീഷിന് ഇനി ഈ ബിഗ് ബോസ് ഹൗസിൽ റൂമില്ല ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളെന്ന് പറയാൻ സാധിക്കുന്നു. ബാക്കിയുള്ള 1-2 വീഡിയോസിൽ ഞാൻ മുകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ഹൗസിൻ്റെ തുടർന്നുള്ള വിവരണങ്ങൾക്കായി കാത്തിരിക്കുക. നമ്മുടെ ചാനൽ ദേവ് ഫാമിലി വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്